ശബരിമലയിൽ വെർച്വൽ ക്യൂ സംവിധാനം മാത്രം കൊണ്ടുവരുന്നതിനോട് വിയോജിച്ച് ഹൈന്ദവ സംഘടനകൾ ശബരിമലയിൽ എത്തുന്ന മുഴുവൻ ഭക്തർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജവും ശബരിമല ആചാര സംരക്ഷണ സമിതിയും വ്യക്തമാക്കി. അടുത്ത മണ്ഡലകാലം മുതൽ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കുന്നതിനോട് വിയോജിക്കുകയാണെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജവും ശബരിമല ആചാര സംരക്ഷണ സമിതിയും. കഴിഞ്ഞ വ്രതമെടുത്ത് സന്നിധാനത്തേക്ക് എത്തുന്ന മുഴുവൻ ഭക്തർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പാടാക്കാനാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കേണ്ടതെന്നും ഭക്തരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ദേവസ്വം ബോർഡ് കടക്കരുതെന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന അധ്യക്ഷൻ അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. ശരിക്കും ശബരിമല ദർശനത്തിന് ഒരുതരം ഈ വെർച്വൽ ക്യൂ പോലുള്ള ഒന്നും പാടില്ലെന്ന് തന്നെയാണ് സമാജത്തിൻ്റെ അഭിപ്രായം. കാരണം എത്രയോ കാലമായിട്ട് 10-40 ദിവസം വ്രതത്തോടുകൂടി ശബരിമല ദർശനം ചെയ്യുന്ന അനവധി ആൾക്കാർ, ഇവർക്കൊന്നും ഒരു നിയന്ത്രണവും ഇത്രയും ദിവസം വ്രതം നോക്കി ഇവിടെ വരുമ്പോൾ ചില നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ കണ്ടതാണ്. പല സ്ഥലങ്ങളിലും വന്ന് പന്തളത്തൊക്കെ ഒന്ന് മാല ഊരി ഒരു തിരിച്ചു പോകുന്ന അവസ്ഥ കണ്ടതാണ്. വരുന്ന ഒരുതരം നിയന്ത്രണത്തിനും ദേവസ്വം ബോർഡിന് സത്യം പറഞ്ഞാൽ അത് പാടില്ലാത്തതാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ മഹാക്ഷേത്രങ്ങളിൽ ഭക്തർക്കൊരുക്കുന്ന ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാർ മാതൃകയാക്കുകയാണ് വേണ്ടതെന്ന് ശബരിമല ആചാര സംരക്ഷണ സമിതി നേതൃത്വം അഭിപ്രായപ്പെട്ടു. സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ശബരിമല ആചാര സംരക്ഷണ സമിതി നേതൃത്വം വ്യക്തമാക്കി. വെർച്വൽ ക്യൂവിന് നിയന്ത്രണം ഏർപ്പെടുത്തുക, 80,000 പേരിലെ പരിമിതപ്പെടുത്തുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. സമാനമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ, ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള അധികാരികൾ, അവിടുത്തെ മരാമത്ത് ഉന്നത അധികാരികളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അയോധ്യയിലും മഹാകാലേശ്വറിലും കേദാർനാഥിലുമൊക്കെ ഇത്തരത്തിലെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയാണ് അവർ ചെയ്തു കൊടുക്കുന്നത്, ആ ക്ഷേത്രത്തിൻ്റെ ബോർഡുകൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് പഠിക്കേണ്ടതാണ്. സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങളടക്കം മെച്ചപ്പെടുത്തണമെന്നാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ജനം, പത്തനംതിട്ട.